ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കോളിഫ്ലവർ മസാലയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ സ്റ്റൗവിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കിട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ശേഷം ദാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി മേളിൽ ഒന്ന് തൂളി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളർ വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് പൗഡേഴ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി, മീറ്റ് മസാല എന്നിവയെല്ലാം ആവശ്യമായത്ര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി പൊടികളെല്ലാം കൂടി ചേർത്തിളക്കി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇത് കോളിഫ്ലവർ ഇട്ട് വയ്ക്കലുണ്ട് കേട്ടോ. ശേഷമാണ് നല്ലപോലെ വൃത്തിക്ക് കഴുകി എടുത്തിട്ട് ഉപയോഗിക്കാറ്. അങ്ങനെ ഇത് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ്സ് ആയപ്പോഴേക്കും വേവ് ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇനിയൊന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇനി ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു കോളിഫ്ലവർ മസാല റെസിപ്പി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.